Factor of atomത്തിലെ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദി ഫോളോയിങ് സെറ്റ് ഓഫ് ക്വാണ്ടം നമ്പേഴ്സ് ഇസ് നോട്ട് പോസിബിൾ ഫോർ ആൻ ഇലക്ട്രോൺ? സോ നമ്മൾ എന്ത് നോക്കേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് നാല് ടൈപ്സ് ഓഫ് ക്വാണ്ടം നമ്പേഴ്സ് പഠിക്കാനുണ്ട്. പ്രിൻസിപ്പിൾ, അസിമുത്തൽ, മാഗ്നറ്റിക് ആൻഡ് സ്പിൻ. ഇതിന് ഓരോത്തിനും റൂൾസും ഉണ്ട് അല്ലേ? സോ പ്രിൻസിപ്പിൾ ആണ് വന്നിട്ട് n ആണ് സിമ്പിൾ. അതിനെ ഡിനോട്ട് ചെയ്യുന്ന ഏതൊക്കെ വാല്യൂസ് ആണ്? 1 തൊട്ട് ഇൻഫിനിറ്റി വരെയാണ്. സീറോസും നെഗറ്റീവ് വാല്യൂസും പറ്റില്ല. അസിമുത്തലിനകത്താണെങ്കിലും 0 ഉണ്ട്. പ്രിൻസിപ്പൽ വാല്യൂസ് -1 മീൻസ് n-1 ആണ് അസിമുത്തലിന്റെ വാല്യൂ വരുന്നത്. മാഗ്നറ്റിക് എന്ന് വരുമ്പോൾ നെഗറ്റീവ് ആൻഡ് പോസിറ്റീവ് വാല്യൂസ് ഓഫ് അസിമുത്തൽ ആണ്. അതേപോലെ സ്പിൻ എന്ന് പറയുമ്പോൾ +1/2 അല്ലെങ്കിൽ -1/2 ഈ രണ്ട് വാല്യൂസ് ഉണ്ടാവുള്ളൂ. സോ നമ്മുടെ സ്പിൻ ആണോ എല്ലാത്തിനകത്തും സ്പിൻ ഉണ്ടോ നോക്കിക്കേ. +1/2, -1/2, +1/2, -1/2. അപ്പൊ എല്ലാം എന്താണ്? സ്പിൻ ആണ്. ഇനി നമ്മൾ നോക്കുന്നത് പ്രിൻസിപ്പിൾ ആണോ നോക്കുക. പ്രിൻസിപ്പിൾ നോക്കുമ്പോൾ സീറോസ് ഇല്ല, നെഗറ്റീവ് വാല്യൂസ് ഇല്ല. ഇവിടെ 2, ഇവിടെ 3 ആണ്, ഇവിടെ 2 ആണ്, ഇവിടെ 1 ആണ്. സോ എല്ലാം പ്രിൻസിപ്പിൾ ആണ്. ഇനി അസിമുത്തൽ ആണോ നോക്കിക്കേ. ഇവിടെ മാത്രം 0 ഉണ്ട്. അപ്പൊ ഇവിടുത്തെ അസിമുത്തൽ ആണ്, കൺഫേം ആണ്. ബാക്കി 3 ഓപ്ഷൻസ് നോക്കാം. ഇവിടെ 2 - 1 ആണ് 1, 3 - 1 ആണ് 2, അതേപോലെ 2 - 1 ആണ് 2 അല്ല. സോ നമ്മുടെ ആൻസർ വരുന്നത് എന്താണ്? ഓപ്ഷൻ സി ആണ്. ബിക്കോസ് അസിമുത്തൽ എന്താണ് അവിടെ പോസിബിൾ അല്ല. ബിക്കോസ് എന്താണ് 2 - 1 എന്ന് വെക്കുന്നത് 1 ആണ്, അവിടെ 2 ആണ് കൊടുത്തേക്കുന്നത്. സോ നമ്മുടെ കറക്റ്റ് ആൻസർ എന്ന് വെക്കുന്നത് എന്താണ്? ഓപ്ഷൻ സി ആണ്.